അത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു അനാലിസിസും കൂടെ ചേർന്നിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ വരിക. അക്കാലത്ത് ഞാൻ വളരെ സജീവമായിരുന്നു. എല്ലാ കാലത്തും ഞാൻ നാടകങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിൽ എനിക്കെപ്പോഴും നാടകവേദി എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തിനോട് ഞാൻ ചെയ്യുന്ന ഒരു സംവാദമായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നാടകങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അവതരിപ്പിക്കാനായിട്ട് രംഗാവതരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അത്തരമൊരു കാഴ്ചപ്പാട് എനിക്ക് അതിനകത്തുണ്ടാവും. ഇപ്പോൾ ദ്വീപ് എന്ന് പറയുന്ന നാടകം വളരെ 1-2 പ്രാവശ്യം മാത്രം കളിച്ചിട്ടുള്ള, ഇപ്പോൾ എറണാകുളത്ത് കലാപീഠത്തിൽ പിന്നെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ബാലേന്ദ്രനൊക്കെ ആ നാടകം കാണാൻ വന്നിട്ടുണ്ട്. ചുള്ളിക്കാടൊക്കെ നാടകം കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ മോഹനോർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് നല്ല ഓഡിയൻസൊക്കെ, അങ്ങനെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ദ്വീപ് എന്ന് പറയുന്നത് ഒരു അതോൾഫ് ഫുഗാഡ് എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ പ്ലേ ആണത്. ആ ഒരു കാലത്തിൻ്റെ. അപ്പം എപ്പോഴും എനിക്ക് അങ്ങനെയാണ് നാടകം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൗന്ദര്യശാസ്ത്രപരമായ ഒരു അന്വേഷണം അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത് മാത്രമല്ല അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ വളരെ സജീവമായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞതിന് ശേഷവും കൽക്കട്ടയിൽ നിന്ന് വന്നതിന് ശേഷവും ഒക്കെ കൽക്കട്ടയിൽ നിന്ന് വന്നതിന് ശേഷം കൂടുതൽ ഞാൻ നാടകങ്ങൾ എഴുതാനുള്ള ഒരു ശ്രമം, എൻ്റെ രചനകൾ വരുന്നത് കൽക്കട്ടയിൽ നിന്ന് വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ദേവശിലകൾ എന്ന് പറയുന്ന നാടകത്തിൻ്റെ ആദ്യത്തെ കോപ്പി, ആദ്യത്തെ പതിപ്പ് ഞാൻ എഴുതുന്നത്, ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എടുക്കുന്നത് ഞാൻ കൽക്കട്ടയിൽ ഉണ്ടായിരിക്കുന്ന സമയത്താണ്. അയ്യപ്പ പണിക്കർ സാറ് ഏറ്റവും കൂടുതൽ എന്നോട് സംബന്ധിച്ച, ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ പ്രിയദാസിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, അയ്യപ്പ പണിക്കർ സാറ് അവസാനമായിട്ട് സംബന്ധിച്ചിട്ടുള്ളൊരു നാടകകൃത്ത് ഞാനാണെന്ന് പറയും. കാരണം സാർ അത്രത്തോളം അതിനകത്ത്, സാറിന് ഒന്നാമത് ആ നാടകം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമതൊരു നാടകകൃത്ത് എന്നുള്ള നിലയിൽ സാർ എന്നോട് സംവദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. എനിക്ക് ഇപ്പം നമ്മൾ നാടകത്തിൻ്റെ ചരിത്രത്തിലൊന്നും എഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് സന്ദർഭങ്ങൾ സാറാണ്. ഒരുപക്ഷെ നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജി ശങ്കരപ്പിള്ള വളരെയധികം ആ കാലത്ത് നാടകത്തിനെ ഉയർത്തിയെടുക്കുകയും നാടകത്തിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുമുള്ള ഒരാളാണ് പിന്നെ ജി ശങ്കരപ്പിള്ള. പക്ഷേ അയ്യപ്പ പണിക്കർ സാറിനെ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ രംഗകലകളെ പറ്റി ഒരുപക്ഷെ ശങ്കരപ്പിള്ള സാർ എഴുതിയതുപോലെ തന്നെ അത്രയും ലേഖനങ്ങൾ സാർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് സജീവമായിട്ടുള്ള അയ്യപ്പ പണിക്കരുടെ ഒരു ശ്രദ്ധ ഉള്ള ഒരു കാര്യമായിരുന്നു നാടകം. ഇപ്പോൾ സി ജെ തോമസിനെ പറ്റിയൊക്കെയുള്ള വളരെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് പണ്ടൊരു ഹിഗിംബോധംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. ആ ലോഡ്ജിലാണ് പിന്നെ സി ജെ തോമസ് വന്ന് താമസിക്കുക. അപ്പോൾ സി ജെയും അയ്യപ്പ പണിക്കർ സാറുമായിട്ട് വളരെയധികം ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അത് റോസി എഴുതിയ ഇവനെൻ്റെ പ്രിയ സി ജെയിലൊക്കെ അത് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനതങ്ങ് സി ജെയുടെ ഇവനെൻ്റെ പ്രിയ സി ജെ എന്നുള്ളത് വായിക്കുമ്പോഴത്തേക്ക് അയ്യപ്പ പണിക്കരും സി ജെ തോമസും തമ്മിലുള്ളൊരു ബന്ധത്തിനെ പറ്റി റോസി തോമസ് പറയുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പണിക്കർ സാറിനെ വീണ്ടും കാണുമ്പോഴത്തേക്കാണ് എനിക്കിത് സാറ് സി ജെയെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ വളരെയധിം എന്നെ സ്പർശിക്കുമായിരുന്നു. അത് രണ്ടുപേരെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കാണ് അയ്യപ്പ പണിക്കർ സാറ് വളരെയധികം വികാരാധീനനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. 2-3 പേരെ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക്. ഒന്ന് സി ജെ തോമസിനെ പറ്റി സംസാരിക്കുമ്പോൾ, പിന്നെ CN ശ്രീകണ്ഠൻ നായരെ പറ്റി സംസാരിക്കുമ്പോൾ, പിന്നെ ജി ശങ്കരപ്പിള്ളയെ പറ്റി സംസാരിക്കുമ്പോൾ. അപ്പോൾ സാറിൻ്റെ ശബ്ദം മാറും, ഭാവം മാറും, ഭാഷ മാറും. അത് ഒരു പിന്നെ എന്താണ് ഒരു തികച്ചും വൈകാരികമാവും അത്, അങ്ങനെയുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് പിന്നെ അത് അനുഭവിച്ചിട്ടുണ്ട്.